ശ്രീ ഹാഷിം അരിയിൽ, ഇനി പറയൂ, എന്താണ് TCS-ൽ സംഭവിച്ചത്? TCS-ൽ എന്താ സംഭവിച്ചെന്നുള്ളത് പറയേണ്ടത് പോലീസാണ്. പോലീസ് പറയുന്നത് സത്യമാണെന്ന് പറയേണ്ടത് കോടതിയാണ്. കോടതിയിൽ വിധി വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് വീണ്ടും ചർച്ച ചെയ്യാം ഞാൻ ബാക്കിയുണ്ടെങ്കിൽ. ഇവിടെ ആർവി ബാബു അതുപോലെ തന്നെ മുൻ DGP ഒക്കെ ഇവിടെ സംസാരിച്ച കുറെ കാര്യങ്ങളുണ്ട്. എത്ര മോശമായ ഒരു വീക്ഷണമാണ് ഒരു സമൂഹത്തെ കുറിച്ച് വെച്ച് പുലർത്തുന്നത്. ഇവിടെ ഈ ഒരു സംഭവം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇനി ഉറപ്പിക്കേണ്ട വിഷയമാണ്. കാരണം അത് കോടതിയും പിന്നെ വിചാരണയും ഒക്കെ നടന്നതിന് ശേഷം തെളിയിക്കപ്പെടുന്നതാണ്. കള്ളക്കേസുകൾ ഒരുപാട് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതുപോലെ കള്ള വാർത്തകൾ മുന്നേ പലതും വന്നിട്ടുണ്ട്. ആ വന്ന കാലത്തുള്ളതൊന്നും സത്യമായിട്ടില്ല എന്നത് പിന്നീട് അതൊക്കെ ഒന്നുമല്ല, വെറും പൊയ്വടികളാണ് എന്ന വസ്തുത നമ്മുടെ മുന്നിലുണ്ട്. ബഹുമാനപ്പെട്ട DGP മുൻ DGP ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കാലത്ത് പോലും അന്വേഷണം നടന്ന ഒരു കള്ള വാർത്ത താങ്കൾ പറഞ്ഞാൽ മതി. ഏതാ? ISIS റിക്രൂട്ട്മെന്റ് ആണോ? കേരളത്തില് ലവ് ജിഹാദ് വ്യാപകമായും ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ കള്ള വാർത്തയല്ലേ? എന്നോട് ഇവിടെ ഈ കോപ്പാനലായിട്ട് ഇവിടെ ഇരിക്കുന്നത് ബഹുമാനപ്പെട്ട മുൻ DGP ആണ്, സെൻകുമാർ സാറാണ് ഇവിടെ ഇരിക്കുന്നത്. എല്ലാ ആദരവും വെച്ച് തന്നെ ഞാൻ പറയട്ടെ, അദ്ദേഹം ഇതിന്റെ തലപ്പത്ത്, ഇവിടുത്തെ പോലീസ് സേനയുടെ തലപ്പത്തുണ്ടായിരുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹം പറയട്ടെ, ലവ് ജിഹാദി എന്ന നിലക്ക് നടത്തിയ ഒരു കേസിനെ കുറിച്ച് അദ്ദേഹം പറയട്ടെ, നമ്മൾ വിശ്വസിക്കാം. ശ്രീരേഖ അതുപോലെ തന്നെ BJP സഹയാത്രികരായ പലരും സംസാരിക്കുന്നത് ആ ഒരു സമയത്ത് ഉണ്ടാക്കുന്ന ചില മീഡിയ എഫക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ചെയ്യുന്നത് വലിയ അബദ്ധമാണ്. ലവ് ജിഹാദ് എന്ന് പറഞ്ഞ ഒരു സമൂഹത്തെ അങ്ങനെ അടിച്ചാക്ഷേപിക്കുക, എന്നിട്ട് പറയാം അവര് ഒക്കെയും ഇതിന്റെ പിറകിലാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എന്ത് ധാരണയാണ് നിങ്ങൾക്കുള്ളത്? ഇസ്ലാമിനെ സംബന്ധിച്ച് ഏറ്റവും കുറ്റകരമായി കാണുന്ന ഒന്നാണ് വ്യഭിചാരം. ആ വ്യഭിചാരം ആകാതിരിക്കണമെങ്കിൽ വൈവാഹികമായിട്ട് അവർ ഏർപ്പെടുന്ന കുറെ നിബന്ധനകൾ പറയുന്നുണ്ട്. ഇസ്ലാമിലെ വിവാഹത്തെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ആ വിവാഹ അനുസരിച്ച് ഒരു കുടുംബ ബന്ധം സാധ്യമാകുള്ളൂ. അല്ലാതെ ഒരു പരസ്പരം ഇവരൊരു ജീവിക്കാൻ ഒത്തുചേരുക, എന്നിട്ട് അവർ ബന്ധങ്ങളിൽ ഏർപ്പെടുക, അത് ബലാത്സംഗ കേസായിട്ടുണ്ടെങ്കിൽ അതൊരു സമൂഹത്തിന്റെ തലയിൽ അങ്ങ് ഏൽപ്പിച്ചു വെക്കല. എന്റെ പേര് ഹാഷിം എന്നാണ്. തൊട്ട് എന്റെ കോപ്പാനലായിട്ട് ആരിഫ് ഹുസൈൻ ഉണ്ട്. ആരിഫ് ഹുസൈന്റെ പേരിലോ എന്റെ പേരിലോ വരുന്ന ഒരു കാര്യം പേരിന്റെ പേരിൽ മാത്രം ഒരു സമൂഹത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ തെറ്റല്ലേ? നേരത്തെ ആർവി ബാബു പറഞ്ഞ ഒരു കേസുണ്ടല്ലോ, ഇന്ന് വൈകുന്നേരത്തോടുകൂടെ കേരള പോലീസ് ആ അന്വേഷണത്തിൽ സത്യമില്ല എന്ന് പറഞ്ഞിട്ട് തള്ളിയ ഒരു കേസാണല്ലോ നിങ്ങൾ നേരത്തെ പരാമർശിച്ചത്. ആ 16 വയസ്സുകാരി എന്ന് പറയുന്ന പെൺകുട്ടി വിവാഹം ചെയ്തു എന്ന് പറഞ്ഞത് മധ്യപ്രദേശ് ഗവൺമെന്റ് അല്ലേ? അവിടെ സർട്ടിഫിക്കറ്റ് കൊടുത്തത് കേരള ഗവൺമെന്റ് അല്ലല്ലോ. അവിടുത്തെ ഗവൺമെന്റ് കുട്ടിക്ക് ഒരു വർഷം മുന്നേ കൊടുത്തിരിക്കുന്ന ജനന സർട്ടിഫിക്കറ്റ്, അതും വലിയൊരു അത്ഭുതമാണ്. മധ്യപ്രദേശ് പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഒരു കുട്ടിക്ക് 16 വയസ്സ് വരെ, 17 വയസ്സ് വരെ, 18 വയസ്സ് വരെ അതിന്റെ ജനനം പോലും രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല. എത്ര നിരുത്തരവാദപരമാണ് ഈ സ്ഥലങ്ങളിലൊക്കെയുള്ള ഭരണം എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇനി അവരുടെ രക്ഷിതാക്കൾ പറയുന്ന ആ കുട്ടിക്ക് 16 വയസ്സേ ആയിട്ടുള്ളൂ. ആ കുട്ടി കുംഭമേളയിൽ വരുമ്പോൾ ആ കുട്ടിക്ക് വയസ്സെത്രയാ? 14 വയസ്സാ. 14 വയസ്സുള്ള ഒരു കുട്ടിയെ കുംഭമേളയിൽ മാല വിൽക്കാൻ കൊണ്ടുവരുന്ന അതിന്റെ രക്ഷിതാക്കളാണ്. നമ്മൾ ചിന്തിക്കേണ്ടത് ബാലവിവാഹം പോലെ തന്നെ നിയമവിരുദ്ധമാണ് ബാലവേലയും. ആ ബാലവേലയ്ക്ക് വിധേയമാക്കപ്പെട്ട ഒരു കുട്ടിയുടെ വിഷയത്തിൽ ആ മാതാപിതാക്കൾക്കെതിരെ എന്ത് നടപടിയാണ് എടുക്കാൻ വേണ്ടി പോകുന്നത്? നമ്മൾ പറയുന്നത് ഒരു വാദത്തിന് വേണ്ടി ജയിക്കാൻ വേണ്ടിയിട്ടും അല്ല പറയുന്നത്. മാനവികമായ ഒരു വിഷയം ഒരു സ്ഥലം ചർച്ച ചെയ്യപ്പെടുമ്പോ ആ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം സത്യമായിരിക്കണം. കേരളത്തിൽ ഇതൊന്നും ഇല്ലാതാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? ഇപ്പൊ പറഞ്ഞല്ലോ, കേരള ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ അന്വേഷിച്ചിട്ട് ആ കൊടുത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റ് സത്യമാണെന്നല്ലേ പറയുന്നത്. അതെന്തുകൊണ്ടാണ് റദ്ദാക്കിയത്? ഒരു ഗവൺമെന്റ് കൊടുത്ത സർട്ടിഫിക്കറ്റ് അത് വ്യാജാന്നല്ലല്ലോ പറഞ്ഞത്, അത് റദ്ദാക്കുകയാണല്ലോ ചെയ്തത്. അവിടുത്തെ ഗവൺമെന്റ്, രാജസ്ഥാൻ ഗവൺമെന്റ് പോയിട്ട് ആ സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പം അത് ആരുടെ പോരായ്മയാണ്? അവിടെ ഭരിക്കുന്നത് BJP ആണ്. അത് ആര് ഭരിക്കുന്ന സംസ്ഥാനമാണ്? BJP ഭരിക്കുന്ന സംസ്ഥാനം. 3 ടൈമായി നരേന്ദ്രമോദിജി ഇന്ത്യ ഭരിക്കുന്നത്. ഞാൻ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ കീഴിലാണ് ഇതൊക്കെ നടക്കുന്നത്. 15 വർഷമായിട്ട് ഇവിടെ നടക്കുന്നത് എന്തെന്ന് പോലും അറിയാതെ ഒരു മനുഷ്യന് ഇന്ത്യ ഭരിക്കുന്ന പറയുന്നത് നാണക്കേടല്ലേ നമ്മുടെ രാജ്യത്തിന്? എന്താ അറിയണ്ടേ? ഈ പറയുന്നത് ഒരു 5 or 6 ആള് കൂടിയിട്ട് ഒരു
അനാശാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്നൊരു കേസ് വന്നു കഴിഞ്ഞാൽ ആ കേസിന് ആ പ്രതികൾ ശിക്ഷിക്കപ്പെടണം. തീർച്ചയായിട്ടും അതിന് ഒപ്പമല്ലാതെ ഒരു സമൂഹവും നിൽക്കില്ല. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ അപ്പോൾ വാല് പൊക്കിയിട്ട് വന്നു അത് ലവ് ജിഹാദ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ജിഹാദ്. ഈ ജിഹാദ് എന്നത് ചേർത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സമൂഹത്തെ അവമതിക്കാം എന്നല്ലാതെ അതിന്റെ പേരിൽ എന്താ ഉള്ളത്? ഈ പേര് കൊണ്ടാണോ? ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, തൊട്ടപ്പുറത്ത് എന്റെ കോ പാനലായിട്ട് എനിക്ക് മറുപടി പറയാൻ നിൽക്കുന്ന ആരിഫ് ഹുസൈന്റെ പേരും ഈ സമുദായത്തിന്റെ പേരാണ്. അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനവും ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ഒരു സമൂഹത്തിന്റെ പേരിൽ അടിച്ചേൽപ്പിക്കാൻ പറ്റുമോ? അതല്ലല്ലോ ശരി. യഥാർത്ഥത്തിൽ ഇതുണ്ടോ? കേരളത്തിൽ ലവ് ജിഹാദ് ഇവിടെ പറയാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇതിന്റെ പേരിൽ ഏതെങ്കിലും ഒന്ന് കോടതി നടപടികളിലേക്ക് നീങ്ങിയ ഒരു കേസിന്റെ കഥ പറയും. ലവ് ജിഹാദിന്റെ പേരിലാണ് നടന്നതെന്ന് നിങ്ങൾ പറയും. ഒരു സമുദായം, ഒരു പ്രസ്ഥാനം അതിന് നേതൃത്വം നൽകിയെന്ന് പറയും. അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നല്ലാതെ ലവ് ജിഹാദ് എന്താണോ ഉദ്ദേശിക്കുന്നത്, എന്ത് ഇടപാടുകളാണോ നടക്കുന്നത്, എന്ത് പ്രവർത്തനമാണോ നടക്കുന്നത്, ഇവിടെ ഇപ്പോഴും സുഗമമായി നടക്കുന്നുണ്ട്. കേരള സ്റ്റോറി കണ്ടാൽ താങ്കൾക്ക് അത് മനസ്സിലാവും. കേരള സ്റ്റോറി കണ്ടിട്ടുണ്ടോ? കേരള സ്റ്റോറി കാണേണ്ട ആവശ്യമില്ല. ഞാൻ കേരള സ്റ്റോറിയുടെ ഉള്ളടക്കം കണ്ടാൽ മതി, താങ്കൾക്ക് മനസ്സിലാവും. അതിന് ലവ് ജിഹാദ് എന്ന് പറയുന്നതിൽ മാത്രമേ അഭിപ്രായ വ്യത്യാസമുള്ളൂ. അല്ലാതെ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഇവിടെ നടക്കുന്നുണ്ട് സാർ, ഇല്ലാതെ പറയാൻ പറ്റുമോ താങ്കൾക്ക്? അതില്ല. വ്യക്തിപരമായിട്ട് ചില നരമ്പ് രോഗികൾക്ക് ഉണ്ടാകുന്ന ചില പ്രക്രിയകൾ, അവരേർപ്പെടുന്ന പ്രണയത്തെയും അതും മതത്തിന്റെ വാലിൽ കെട്ടി ആഘോഷിക്കാൻ ശ്രമിക്കുന്ന തെറ്റാണ് അവിടെ ചെയ്യുന്നത്. എന്നല്ലാതെ ഒരു സമുദായവും മറ്റൊരു സമുദായത്തിലെ ഒരു കുട്ടിയെയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഏത് മതത്തിലാണ് നമ്മൾ കേരളത്തിന്റെ അവസ്ഥയിൽ എന്താ നമ്മൾ മനസ്സിലാക്കിയത്? കേരളത്തിൽ എന്ത് പ്രശ്നം അതിന്റെ പേരിലുള്ളത്? തൊട്ടയൽപക്കത്ത് ഒന്നിച്ചു മാറി ഒരു പ്ലേറ്റിൽ ഇരുന്ന് തിന്നുന്ന നാടാ കേരളം. ആ കേരളത്തെ സമൂഹത്തിന്റെ മുന്നിൽ മൊത്തത്തിൽ അവമതിക്കാൻ വേണ്ടി ശ്രമിക്കുക. കേരളീയൻ എന്ന് പറയുമ്പോൾ ഒരു അഭിമാനം നമുക്കില്ലേ? നിങ്ങളുടെ തൊട്ടടുത്ത് നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായോ? നിങ്ങൾ പറയട്ടെ, ഈ കോപ്പനിൽ സംസാരിക്കുന്ന ആരെങ്കിലും വ്യക്തിപരമായിട്ട് അത്തരം ഒരു അനുഭവം അവർക്ക് ഉണ്ടായി എന്ന് പറയട്ടെ. ഇവിടെ അങ്ങനെയൊന്നുമില്ല. വെറുതെ ഇത്തരത്തിലുള്ള ഒരു പ്രൊപ്പഗണ്ട അടിച്ചുണ്ടാക്കിയിട്ട് സാമുദായികമായിരിക്കുന്ന പരസ്പരം വിഭജനം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം നാട്ടിൽ നടത്തുന്നത് അത് അപകടകരമാണ്. അത് ഉണ്ടാക്കാൻ പാടില്ല. കാരണം കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ കളവിൽ നിന്ന് മുളച്ചുണ്ടായ ഒരു സംഭവമാണ്. ആ സംഭവത്തെ വീണ്ടും ജീവൻ വെപ്പിക്കാൻ ശ്രമിക്കുന്നത് അപകടമാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് ഇന്ത്യ ഒരു ഭരണം ആര് ഭരിച്ചാലും ഇന്ത്യയിലെ ജനങ്ങൾ ഒരുപോലെ നിൽക്കണമെന്ന ആഗ്രഹം നമുക്കുള്ളത്. അത് നരേന്ദ്രമോദി ഭരിച്ചാലും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ ഇപ്പോഴുള്ള ഗവൺമെന്റ് ഭരിച്ചാലും കേരളത്തിലെ ഏത് ഗവൺമെന്റ് ഭരിച്ചാലും അതൊന്നും മനുഷ്യനെ ബാധിക്കുന്ന പ്രശ്നമല്ല. അങ്ങനെ വ്യക്തികളെ പേര് നോക്കിയിട്ടൊക്കെ ഇതാക്കണമെങ്കിൽ അബ്ദുള്ള കുട്ടി നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ, ആരിഫ് ഹുസൈൻ നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ, അലി അക്ബർ നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. ഈ പേരിലുള്ള ആളുകളൊക്കെ നിങ്ങളുടെ പേരിന്റെ പേരിൽ മാറ്റി നിർത്തോ? നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ പേരാണോ ഇവിടെ പ്രശ്നം? ഹാഷിം, പേരല്ല പ്രശ്നം. പേരാണ് പ്രശ്നം എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? പേരല്ല പ്രശ്നം. ഇത്തരം ഇടപാടുകളാണ്, ഇത്തരം ഇടപെടലുകളാണ്. ഇടപാടുകളല്ല നടക്കുന്നത്. അങ്ങനെയുള്ള വലിയ ഭരണപരാജയമാണ്. ദേശത്തെ ദേശീയതയിൽ അടിയുറച്ച് കൊണ്ടുപോകുന്നുള്ള ഭരണ പരാജയമാണ്. 3 ടേമിൽ ഭരണത്തിലെത്തിയ കേന്ദ്ര നേതൃത്വത്തിന് ഭരണത്തിന് സാധ്യമാകുന്നില്ല എന്ന് പറയുന്നത്. ഇപ്പോഴും അടിക്കടി തെരഞ്ഞെടുപ്പ് വരുമ്പോണ്ടാകുന്ന പൊട്ടിത്തെറിയും കാര്യങ്ങളും പ്രചരണങ്ങളാണ് ഇതെന്ന് എല്ലാവർക്കും അറിയാം. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഉണ്ടാക്കണം. കേരളത്തിൽ അങ്ങനെയാണ്, കർണാടകത്തിൽ ഇങ്ങനെയാണ്, മഹാരാഷ്ട്രയിൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാലേ ബംഗാളിന് വോട്ട് പിടിക്കാൻ കഴിയുള്ളൂ. അത്തരം തെരഞ്ഞെടുപ്പുകൾ വരുമ്പോഴും മറ്റും ഉണ്ടാകുന്ന ഈ കൊട്ടിഘോഷിക്കപ്പെടുന്ന പ്രശ്നങ്ങളല്ലാതെ ഇതിനു മുന്നിൽ നടന്ന ഈ ആക്രമണങ്ങളുടെയും മറ്റും പേരിൽ പിടിക്കപ്പെട്ടവര്, അതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ടവര്, ആ ലിസ്റ്റുകളൊക്കെ ഒന്ന് നിങ്ങൾ അന്ന് ചർച്ച ചെയ്തിരിക്കുന്ന ഓരോ സമയത്തും ജനൻ TV ചർച്ച ചെയ്ത വിഷയങ്ങൾ മാത്രം എടുക്കുക. അതിൽ നിങ്ങൾ പ്രതികളായി ചേർക്കപ്പെട്ടവരിൽ ആരൊക്കെയാണ് നിയമത്തിന്റെ പരിധിയിൽ ഇപ്പോഴുള്ളത്, ആരൊക്കെയാണ് ശിക്ഷിക്കപ്പെട്ടത് നമുക്കറിയാൻ താല്പര്യമുണ്ട്. ഇത് ഒരു പുകമറ ഇങ്ങനെ ഉണ്ടാക്കുക. ഇപ്പൊ പുൽവാമ പോലെയുള്ള സംഭവങ്ങൾ പോലും നാട്ടിൽ നിന്ന് നടുക്കിയിട്ട് അങ്ങ് നടന്നിട്ടുണ്ട്. അതിന്റെ പേരിലൊക്കെ എന്ത് നിയമ നടപടികളാണ് കുറ്റവാളികൾ നേരിടേണ്ടി വന്നത് നമുക്കിപ്പോഴും ആകാംക്ഷയോടെ നമ്മൾ കാത്തിരിക്കുന്ന വിഷയം.